കലാമണ്ഡലം ഗോപി ആശാൻ നിലപാട് മാറ്റി, കാരണം പറഞ്ഞു സുരേഷ് ഗോപി വീട്ടിലേക്ക് വരണമെന്ന് അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട്. ഗോപി ആശാൻ കാരണം പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം ഗോപി വരണ്ടെന്നോ ഗോപി വന്നാൽ പ്രശ്നമാണെന്നോ ഒന്നും ഗോപി ആശാൻ പറഞ്ഞിട്ടില്ല. ഗോപി ആശാൻ്റെ മകനാണ് കച്ചറയുണ്ടായത്. 2-3 ദിവസത്തിന് ശേഷമാണ് 2-3 ദിവസം ഗോപി ആശാൻ മിണ്ടാതിരുന്നു. ആലോചിച്ചു. പലരും സംസാരിച്ച് കാണും. എന്തുമായിക്കോട്ടെ, ഗോപി ആശാന് മനസ്സാക്ഷിയുണ്ട് എന്ന് മനസ്സിലായി. ഒന്ന്, അതിനകത്ത് ഈ ആശാൻ ബുദ്ധിമുട്ട് വന്നത് ഞാൻ കരുതുന്നത്, സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ ഈ മുണ്ടും നേരിയതും വെറ്റില വാക്കും ദക്ഷിണയുമായിട്ട് ഗുരുവായൂരപ്പന് കൊണ്ടുപോയി കൊടുക്കും. ഏറ്റവും വലിയ ഗുരു അതാണല്ലോ. ഇത് ആശാനെ പിടിച്ചു കുലുക്കും. അപ്പോൾ ആശാൻ്റെ മനസ്സിൽ ഇങ്ങനെ അജിത ഹരേ ജയ മാധവ വിഷ്ണു. അപ്പോൾ ഒരു കഥകളിയിലെ ആശാൻ്റെ മനസ്സിലിങ്ങനെ ആ മാധവൻ വിഷ്ണു ഇങ്ങനെ വിടർന്നിട്ട് ഇരിക്കപ്പുറതിയില്ലാതെയാണ് ആശാൻ പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ പറ, ആരാണെങ്കിലും എന്നെ സ്നേഹിക്കുന്നവർ ആർക്കാണെങ്കിലും അവർക്ക് സ്വാഗതം. ഇവിടെ ഈ പറഞ്ഞ നമ്പറുകളൊന്നും നിൽക്കില്ല. കാരണം അത് ഗുരുവായൂരപ്പനാണ്, മാധവനാണ്, വിഷ്ണുവാണ്. അതിനു മുമ്പിൽ എന്ത് കമ്മ്യൂണിസം, എന്ത് പൂക്കാസം, എന്ത് തേങ്ങാക്കൊല, എന്ത് തെരഞ്ഞെടുപ്പ്. സുരേഷ് ഗോപി ആര്, ഗോപി ആശാനാര്, സകലവരും നിഷ്പ്രഭരായി പോകുന്ന പ്രഭുപുഞ്ചം. അതാണ് ഈ ഗുരുവായൂരപ്പൻ. അല്ലെങ്കിൽ ആ വിശ്വാസം, ആ ഫീലിംഗ്. അപ്പോൾ ഒരു കഥകളി നടൻ്റെ മനസ്സിൽ നടക്കുന്ന ആ രാസമാറ്റം ഭയങ്കരമായിരിക്കും. അത് മകനൊന്നും വിളിച്ചാൽ, അല്ലെങ്കിൽ മകൻ്റെ കൂട്ടുകാരാരാ, അശോകൻ ചെരുവിലോ, ഗ്രാമപ്രകാശ് ആരോ ഈ സുനിലിന് മെസ്സേജ് തന്നു എന്നൊക്കെ സുനിൽ പറഞ്ഞിരുന്നു. അതെ അതെ, ഒരു ഡോക്ടർ ഷീല വിശ്വനാഥൻ, ഇങ്ങനെ 2-3 പേരാണ് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ പാവങ്ങളൊക്കെ മാറി നിൽക്കട്ടെ, ഗുരുവായൂരപ്പൻ കണ്ണു തുറന്നു കഴിഞ്ഞാൽ ഇവരുടെ പ്രാണം പോകും ചിലപ്പോൾ. ഇവർക്ക് അറിയില്ല. ഇവർ പലരും ഉണ്ടല്ലോ ദൈവത്തേക്ക് വെല്ലുവിളിക്കുന്നവർ. ദൈവത്തെ കാണിച്ചതാണ്. എന്നോട് ഒരിക്കൽ പറഞ്ഞതാണ് ഒരാൾ. ഞാൻ പറഞ്ഞു, ദൈവത്തെ കാണിച്ചു തരാം, നിനക്ക് കാണാനുള്ള ത്രാണിയുണ്ടോ? അതൊക്കെ എനിക്കുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നേരെ മുകളിൽ സൂര്യനെ ഒന്ന് നോക്ക്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ദൈവത്തെ നോക്കാം. അല്ല, അത് നോക്കും, നടക്കില്ല ചേട്ടാ. ഞാൻ പറഞ്ഞു, പിന്നെ ഈ കോടി സൂര്യപ്രഭയുള്ള ദൈവത്തെ ഉള്ള സൂര്യനെ നോക്കാൻ പറ്റുന്നില്ല. യു ജസ്റ്റ് കനോട്ട് സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ വിശ്വരൂപം കണ്ടു കഴിഞ്ഞപ്പോൾ അർജുനൻ പറഞ്ഞു, എൻ്റെ ദൈവം എനിക്ക് കാണണ്ട, പ്ലീസ് കം ബാക്ക്. സാധാരണ രൂപത്തിലേക്ക് വരെ വിശ്വരൂപം കണ്ടു കഴിഞ്ഞപ്പോൾ ഈ വിശ്വരൂപം ആശാൻ്റെ മനസ്സിൽ ഇങ്ങനെ വിരിയും. അജിതനായിട്ടും ഹരിയായിട്ടും മാധവനായിട്ടും വിഷ്ണുവായിട്ടും വിരിഞ്ഞ് ഇരിക്കപ്രതിയില്ലാതാകും ആശാന്. ഇത്രയും കാലം അദ്ദേഹം ആടിയ എന്തെല്ലാം വേഷങ്ങളാണോ, ആ വേഷങ്ങളെല്ലാം വല്ലാതെ ഹോണ്ട് ചെയ്യും ആ ഭാവത്തെ. അതെനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ശ്രീകൃഷ്ണനെ വിളിച്ചിട്ട് അവിടെ അങ്ങ് നിർത്തിയത്. എനിക്കറിയാം ഈ രാസമാറ്റം ആശാനിൽ സംഭവിക്കുന്നു. അല്ലാതെ നമ്മളാരെങ്കിലും പോയി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോലെ വലിയൊരു മനുഷ്യൻ കേൾക്കാനൊന്നും പോകുന്നില്ല, നീ ആരാണെന്ന് ചോദിക്കും. ബട്ട് ദിസ് ഹാസ് ടു കം ഫ്രം വിത്തിൻ. അത് അകത്തുനിന്ന് വന്നു. അവിടെ പിന്നെ ഈ പറഞ്ഞ സാധനങ്ങളൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റില്ല, കോൺഗ്രസ് ഇല്ല, BJP ഇല്ല, ഒരു ചുക്കുമില്ല, ഭഗവാൻ മാത്രം. അതിൻ്റെ ഇഫക്റ്റാണ് ഈ കാണുന്നത്. ഇതൊക്കെ കൺമുമ്പിൽ കണ്ടിട്ട് പോലും ഇതൊന്നും ഇല്ല എന്നൊക്കെ ശരി, ഇല്ല, നടക്കട്ടെ. സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട്, ചിലർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അവർ എവിടെയെങ്കിലും പോയിട്ട് ഇട്ടോ എന്ന് അവരുടെ തലയിടിക്കും. അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത് കേട്ടോ. വിവേകാനന്ദ സാഹിത്യ സർവസ്വം വായിച്ചു, ഇട്ടോ എന്ന് തലയിടിക്കുമ്പോഴേ ഇവർ പഠിക്കുകയുള്ളൂ. വിവേകാനന്ദൻ പറഞ്ഞിരുന്നു, സ്വയം ചില കാര്യങ്ങൾ സ്വയം ബോധ്യമാകണം അനുഭവം കൊണ്ട്. ആരെങ്കിലും പറഞ്ഞാൽ അത് തലക്കേറില്ല. അങ്ങനെ അനുഭവം കൊണ്ട് ആശാൻ്റെ മകനിപ്പം മനസ്സിലായി കാണും, നിൻ്റെ ഈ പാർട്ടി, പുരോഗമന കലാ സാഹിത്യ സംഘം, ഇടതുപക്ഷ, മതനിരപേക്ഷ, ജനാധിപത്യ, വർഗ, ബഹുജന, ഇതൊക്കെ നിസ്സാരമാണ്. ഇതുകൊണ്ട് അതിൻ്റെ അടുത്ത് പോലും കരിഞ്ഞു പോകുന്നു എല്ലാവരും. അതുകൊണ്ടാണ് ഞാൻ ഈ അശോകൻ ചെരുവിൽ ഇത്യാദികളോട് പറഞ്ഞത്, അല്പം മാറി നിൽക്കണം, ദൂരെ നിൽക്കണം. നിങ്ങളോട് അസാമാന്യമായ കരുണയുണ്ട്. ശരണാഗതന്മാർക്ക് ഇഷ്ടവരദാനം ചെയ്ത് ചെമ്മയാണ് അവിടെ നിൽക്കുന്നത്. അത് ശരണം പ്രാപിക്കുകയും വേണം. അതിൽ ഉടക്കാനാണ് നിൽക്കുന്നതെങ്കിൽ ഉപദ്രവിക്കൊന്നുമില്ല, അല്പം മാറി നിന്നാൽ മതി. നിൻ്റെ ഉടക്കൊന്നും അങ്ങനെ വലിയ കാര്യമൊന്നും. അതെ അതെ, ഈ മനസ്സറിയാതെയാണല്ലോ സുരേഷ് ഗോപി ഇതിനെല്ലാം ശരവീനായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ഗുരുവായൂരപ്പൻ്റെ നടക്കൽ സമർപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് വലിയൊരു വൈകാരികമായൊരു മുറുക്കമുണ്ടായി. തീർച്ചയായിട്ടും. കാരണം ഹൃദയം എന്താണ് മനുഷ്യൻ പറയുന്നത്,
മനസ്സാ വാച കർമ്മണ അറിയാത്ത ഒരു മഹാഭാവം ആ മനുഷ്യൻ്റെ തലയിൽ വയ്ക്കുക, അദ്ദേഹത്തെ ഹരാസ് ചെയ്യുക, വേണ്ടാത്ത കാര്യം. ഒന്നാമത് ആശാനും വോട്ട് തൃശ്ശൂരല്ല, ആലത്തൂരാണ് ആണല്ലോ. അപ്പോൾ പിന്നെ ആശാൻ്റെ വോട്ട് കിട്ടാനായിട്ട് സുരേഷ് ഗോപി അവിടെ വരെ ഈ ചുമന്ന് പോകേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഹീസ് എ ഫിഗർ. ഗോപി ആശാൻ വലിയ ഫിഗറാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആശാൻ്റെ അനുഗ്രഹം വലിയൊരു കാര്യമായിട്ട് കരുതുന്ന ആളാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി വലിയ ധാർഷ്ട്യക്കാരനാണെന്നൊക്കെ പലരും പറയും. അത് അദ്ദേഹത്തിൻ്റെ നടപ്പും ഭാവവും കൊണ്ട് തോന്നുന്നതാണ്. ശരീരഭാഷയുടെയാണ്. ഒരു കൊമ്പനാനയുടെ വരവുണ്ടല്ലോ, കൊമ്പനാനയ്ക്ക് ധാർഷ്ട്യം ഉണ്ടായിട്ടാണ് അങ്ങനെ വരുന്നത് അല്ല, ജന്മസിദ്ധമായ ഒരു വരവാണത്. അതുപോലെ സുരേഷ് ഗോപി വരും, നരേന്ദ്രമോദി വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതെ അതെ, മാസ് എൻട്രി അല്ലേ നരേന്ദ്രമോദിയുടെ, വാട്ട് ആൻ എൻട്രി. നടന്ന് വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു കലയാണ്. ഇതാണ്, ഇത് അഹങ്കാരമല്ല, അത് ബൈ നേച്ചർ സുരേഷ് ഗോപി അങ്ങനെയാണ്. അത് അദ്ദേഹത്തിൻ്റെ ശരീരം അങ്ങനെയാണ്, പ്രകൃതം അങ്ങനെയാണ്. ശരീരവും പ്രകൃതവും ചേർന്ന് ശരീരപ്രകൃതി അങ്ങനെയാണ്. അതുകൊണ്ട് ഏതാൾക്കൂട്ടത്തിലും സുരേഷ് ഗോപിയെ പെട്ടെന്ന് ശ്രദ്ധിക്കും. ആ നടപ്പ് എടുപ്പ് എല്ലാം ശ്രദ്ധിക്കും. ഇത് അഹങ്കാരമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും അല്ല. ഉള്ളിൽ നിറയെ വിനയമുള്ള മനുഷ്യനാണ്. ഞാൻ സത്യാവസ്ഥ, ഞാൻ നിസ്സാരനായൊരു മനുഷ്യനാണ്. ഞാൻ സുരേഷ് ഗോപിയെ പോയി കണ്ടിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരനാണ് കാണുന്നത്. അപ്പോൾ കൂടെ വരുന്നു, ഞാനും സുരേഷ് ഗോപിയാണല്ലോ ഒന്ന് കണ്ടുകളയാം എന്ന് വിചാരിച്ചിട്ട് ഇയാളുടെ കൂടെ പോയി. എൻ്റെ വെറും പ്രായം, സുരേഷ് ഗോപിയേക്കാൾ കൂടുതൽ പ്രായമുള്ള ആൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഒരു ഷോള് എൻ്റെ തോളത്തിട്ടു. തോളത്തിടാനായിട്ട് പകുതിയോളം അദ്ദേഹത്തിന് കുനിയേണ്ടി വന്നു. കാരണം അത്ര പൊക്കം കുറവായി എനിക്ക്, അത്ര പൊക്കത്തിലാണ്. അപ്പോൾ അന്ന് ഞാൻ ശ്രദ്ധിച്ചു ആ ഒരു കൊമ്പൻ്റെ മംഗലാംകുന്ന് അയ്യപ്പൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു തലയെടുപ്പ്. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അതൊന്നും വെച്ചല്ല മനുഷ്യനെ ആക്രമിക്കേണ്ടത്. സുരേഷ് ഗോപി ഉള്ളിൽ ഇത്രയും വിനയാന്വിതനായ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നല്ലേ പറയുന്നത്. വെറുതെ വഴിയെ പോയ ഒരു ചെറിയ മനുഷ്യനെ ഒരു ഷോളിട്ട് ആദരിക്കേണ്ട കാര്യം സുരേഷ് ഗോപിക്കുണ്ട്. ഞാനിത് എന്തിനാണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ലെങ്കിൽ അങ്ങേക്ക് എന്നെക്കാൾ പ്രായം കൂടുതലാണ്, അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഷോൾ. എന്ത് കാര്യം മോഹൻദാസിനെ ആദരിച്ചിട്ട് സുരേഷ് ഗോപിക്ക് എന്ത്? അദ്ദേഹം എത്ര വലിയ പ്രശസ്തനായ മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയ സുഹൃത്തിൻ്റെ കൂടെ പോയവൻ. അതെ അതെ, സുഹൃത്തിനെയും പുള്ളി ആദരിക്കുന്നുണ്ട്. സുഹൃത്തിൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ ആനയെ തൊഴാറ്, ആനപ്പിണ്ടത്തെ ആരെങ്കിലും തൊഴുക. ബട്ട് അതുപോലും ചെയ്യുന്നവനാണ് സുരേഷ് ഗോപി. ഇത്രയും വിനയാന്വിതനായ മനുഷ്യൻ. അദ്ദേഹം സ്വന്തമാണ് എന്ന് വിചാരിച്ചിട്ട് പ്രവർത്തകരോട് ദേഷ്യപ്പെട്ടതിന് ഉടനെ അതിന് വിവാദമാക്കി. സ്വന്തക്കാരോടാണല്ലോ ദേഷ്യപ്പെടുന്നത്. അന്യന്മാരോട് നമ്മൾ ഒന്നും മിണ്ടുകയൊന്നുമില്ല, തല്ലിപ്പൊളിയെ പിന്നെ കണ്ടോളാം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങ് പോകും. സ്വന്തക്കാരോട് നമ്മൾ തട്ടിക്കറി എന്ത് ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. അത് അത്ര സ്വാഭാവികമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും വിനയവും ദേഷ്യവും ഒക്കെ. എന്നിട്ട് ഇവരെല്ലാം കൂടെ വളഞ്ഞിട്ട് ആ ഗോപിയല്ല ഈ ഗോപി എന്ന് പറഞ്ഞിട്ടൊരു 10,000 ഫേസ്ബുക്കെങ്കിലും ഈ അധമന്മാരെല്ലാം കൂടെ, അധമന്മാരും അധമികളും ചേർന്ന് പ്രചരിപ്പിച്ചു. ഇപ്പോൾ എന്ന് പറയുന്നു, ആ ഗോപിയാണോ ഈ ഗോപി? എനിക്കതാ ചോദിക്കാനുള്ളത്. ആ ഗോപിയാണോ ഈ ഗോപി? നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി. ആ ഗോപി തന്നെ ഈ ഗോപി എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിനൊന്നും ഞാൻ തയ്യാറില്ല. അതെ അതെ, കാരണം അത് മ്ലേച്ഛമായ ഒരു ക്യാമ്പയിനാണ്. ബട്ട് ആ ഗോപി അല്ല ഈ ഗോപി എന്ന് പറഞ്ഞവർ മറുപടി പറയേണ്ട സമയമായിരിക്കും. അല്ല, അവരൊന്നും പറയില്ല. അവരടുത്തൊരു വിവാദം നോക്കും. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, കിരീടത്തിൻ്റെ കാര്യം പറഞ്ഞു, അതങ്ങനെ പോയി. അപ്പോൾ ഈ ഇത് തോന്നുന്നത്, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ ഈ ആളുകളുടെയൊക്കെ പേര് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ച ആൾ പറഞ്ഞു, ഇതൊന്നുമല്ല കാര്യം, സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കും. ഇതാണ് ഓക്കെ. ഫേസ് ഹിം പൊളിറ്റിക്കലി, ഫേസ് ഹിം പൊളിറ്റിക്കലി, നോട്ട് ബൈ ദിസ് ടൈപ്പ് ഓഫ് ഫ്രിവലസ് ആക്ടിവിറ്റീസ്. ഇങ്ങനത്തെ ഹീനമായ പ്രവൃത്തികൾ ചെയ്തല്ല ഒരു സ്ഥാനാർത്ഥിയെ നേരിടുന്നത്. നിങ്ങൾ രാഷ്ട്രീയം പറ. അദ്ദേഹം മറുപടി പറഞ്ഞു, നിങ്ങൾ രാഷ്ട്രീയം പറ. നിങ്ങളുടെ CIA തൃശ്ശൂരിൽ TN പ്രതാപൻ ചെലവഴിച്ച കാശിൻ്റെ കണക്ക് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ? ഇന്നലെ പ്രതാപന് പകരം മുരളീധരൻ സമാധാനം പറയണം. മുരളീധരൻ വടകരയിലെ MP ആയിരുന്നു. വടകരയിൽ മുരളീധരൻ ചെയ്തതൊക്കെ തൃശ്ശൂർ പ്രതാപനും ചെയ്തിട്ടുള്ളൂ. അല്ല, ചോദിക്കട്ടെ, സുരേഷ് ഗോപി MP ഫണ്ട് എങ്ങനെ വിനിയോഗിച്ചു? ചോദിക്കട്ടെ, സുരേഷ് ഗോപി മറുപടി പറയും. ഐ നോ ഹൗ മച്ച് ഹി ഹാസ് സ്പെൻറ്റ്. അദ്ദേഹം എടുത്ത വർക്ക് ലോഡ് എത്രയാണെന്നറിയാം. ചെറിയ കലുങ്ക് അത് ഇതൊക്കെ ആൾക്കാർ ഫോട്ടോ അയച്ചു കൊടുക്കും. ജസ്റ്റ് ഫോട്ടോ വാട്സാപ്പിൽ, സാർ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എവിടെയാണ്? ഇണ്ടംതുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നടന്നേ അവിടെ എത്താൻ പറ്റുള്ളൂ. അവിടെ പോയി അത് നോക്കിയിട്ട് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നവനാണ് സുരേഷ് ഗോപി. പക്ഷേ അതിന് പരസ്യമൊന്നുമില്ല, അതിൻ്റെ വീഡിയോയും പുള്ളി ഇടില്ല, ഒന്നും ചെയ്യില്ല. തിരുവനന്തപുരത്ത് തന്നെ
വീടില്ലാത്തൊരു മനുഷ്യൻ. എന്തോ ജനം ടി വിയിൽ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇത് അന്വേഷിച്ച് അവിടെ പോയിട്ട് അവർക്ക് വീട് വയ്ക്കാനുള്ള എല്ലാ സഹായവും ചെയ്തു. അത് മുഴുവൻ അദ്ദേഹം വേറെ ഒക്കെ കൂടിയിട്ടാണ് അത് ചെയ്തത്. ബട്ട് ഇറ്റ് വാസ് ഡൺ. ആ വീട് തീർന്നു എന്ന് ഉറപ്പ് വരുത്തി അതിൻ്റെ താക്കോലും കൊടുത്തിട്ടാണ് സുരേഷ് ഗോപി പോകുന്നത്. പറയട്ടെ, നമുക്ക് കണക്ക് നോക്കാമല്ലോ. TN പ്രതാപൻ ചെയ്ത് പറയട്ടെ, മുരളീധരൻ ചെയ്ത് പറയട്ടെ, സുരേഷ് ഗോപി MP ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന് കിട്ടിയ ഫണ്ട്, അത് കൂടാതെ മോർ ദാൻ ദാറ്റ് പോക്കറ്റിൽ നിന്നുള്ള ഫണ്ട് എത്ര ചിലവാക്കി എന്നുള്ളത് നോക്കട്ടെ. അതൊക്കെയല്ലേ പൊളിറ്റിക്കൽ ആർഗ്യുമെന്റ്. അതൊന്നും പറയാൻ ഇവർക്ക് ധൈര്യമില്ല. ഇനിയും തെരഞ്ഞെടുപ്പ് ഒരു 10-30 ദിവസമുണ്ട്. ഇനിയും ഇത്തരം കഥകളുണ്ടാക്കും. പക്ഷേ അപ്പോഴും ഈ പറഞ്ഞ പോലെ ഗുരുത്വം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് സുരേഷ് ഗോപിയുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഗോപി ആശാൻ നേരിട്ട് എൻ്റെ വീട്ടിലേക്ക് വരൂ എന്നിപ്പോൾ സുരേഷ് ഗോപി. ഇനി ഒരു കാര്യം ഞാൻ പറയാം, ഗുരുവായൂരപ്പൻ മാത്രമല്ല, അവിടെ ഒരാളും മിണ്ടാതിരിപ്പുണ്ട്. വടക്കുന്നാഥ് ഇതെല്ലാം കണ്ടുകൊണ്ട് മൂന്നാം കണ്ണ് തുറന്നാലുണ്ടല്ലോ, അവിടെ ഈ ഗുരുവായൂരപ്പനെ പോലെ സൗമ്യഭാവമൊന്നുമില്ല. മനസ്സിലായോ? അങ്ങ് ഇതുവരെ ശാന്തനായിട്ടിരിക്കുകയാണ്. ഈ കളി ഇങ്ങനെ എവിടം വരെ പോകും നോക്കാം. ഗുരുവായൂരപ്പൻ ഒന്ന് വിളിച്ച് പറയുകയാണ്, അതേ ഒന്ന് ഇടപെടണമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഗുരുവായൂരപ്പൻ ഈ മൂന്നാം കണ്ണ് തുറക്കുക, നശിപ്പിക്കുക, ഈ ഏർപ്പാടൊന്നും പുള്ളിക്കില്ല. എല്ലാവരെയും പരിപാലിക്കുന്ന ഏർപ്പാടാണ്. വിഷ്ണുവാണല്ലോ. ഇതുപോലത്തെ കേസ് കിട്ടുമെന്ന് കഴിയുമ്പോൾ പുള്ളിക്ക് അറിഞ്ഞുകൂടായിട്ടൊന്നുമില്ല. ഒരു ചക്രമൊക്കെ അയക്കാനൊക്കെ അറിയാം. ബട്ട് ജനറലി അത് മറ്റേ പുള്ളിയെ ഏൽപ്പിക്കും. പുള്ളിയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് സംഹാരം എന്ന് പറയുന്നത്. ഒന്ന് പറഞ്ഞാൽ ആ കമ്മ്യൂണിക്കേഷൻ വലിയ നേരമൊന്നും വേണ്ട. നമ്മൾ മൊബൈലിൽ വിളിച്ച് റിങ് ചെയ്ത് എടുത്തിട്ടൊക്കെ വേണം. ഇതൊന്നും വേണ്ട. ഒറ്റ നോട്ടത്തിൽ കമ്മ്യൂണിക്കേഷൻ കഴിയും, അതിനെ തുറന്നുള്ള ആക്ഷനും കഴിയും. ഇത് കഴിയുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് ആക്ട് ചെയ്ത്. ഇവരൊക്കെ ഓർത്താൽ കൊള്ളാം. സുരേഷ് ഗോപിയുടെ കൂടെ ദൈവവും ഉണ്ട്, ജനങ്ങളും ഉണ്ട്. ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കരുത്. കേരളത്തിലെ ഒരു നിയമം അതാണ്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ആ നിയമം. ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ചട്ടങ്ങൾ പോലും നേരെ ഇവിടെ മനസ്സിലാക്കും. ഒരു സ്ഥാനാർത്ഥി പ്രസംഗിക്കുന്നതിനിടയ്ക്ക് എൻ്റെ ദൈവമേ, ഈ മറ്റേ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താലുണ്ടല്ലോ, നിങ്ങളെ ദൈവം മാത്രം രക്ഷിക്കും, വേറെ ആരും ഉണ്ടാവില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ദൈവം സഹായിച്ച് നിങ്ങളുടെ വോട്ടില്ലെങ്കിലും ജയിക്കാൻ പറ്റും. പക്ഷേ മറ്റേ പുള്ളിയാണ് ജയിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ടപ്പുകയാണ്, ഈശ്വരൻ രക്ഷിക്കുന്നത്. ഇങ്ങനെ പ്രസംഗിച്ചു നോക്കുക. ഇത് ദൈവത്തിൻ്റെ പേരിൽ വോട്ട് വാങ്ങലാണ്, ദൈവത്തിൻ്റെ പേരിൽ വോട്ട് കൊടുക്കരുതെന്ന് പറയലാണ്, ദൈവം മാത്രമേ നിങ്ങൾക്ക് രക്ഷയ്ക്ക് വരുള്ളൂ എന്ന് പറയലാണ്, ദൈവം നിങ്ങളെ ശിക്ഷിക്കുമെന്ന് പറയലാണ്. ഇതിൻ്റെ പേരിൽ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമുണ്ടോ? ഉണ്ട് എന്ന് കേരളത്തിലെ പൊട്ടന്മാർ പറയും. പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സ്ഥാനാർത്ഥിയെ. ബട്ട് ഇതിൽ തിരഞ്ഞെടുപ്പ് ചട്ടത്തിൻ്റെ ലംഘനമില്ല. സാമാന്യ ബുദ്ധിക്ക് നമുക്കറിയാമല്ലോ. ഇല്ല, നരേന്ദ്രമോദി ഇലക്ഷൻ വന്നപ്പോൾ സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് വിളിച്ചു. മറ്റ് BJP-കാർക്ക് ധൈര്യം ഉണ്ടായില്ലല്ലോ വിളിക്കാൻ. അതെ, മോദി വന്നിട്ട് ടിക്കാറാം മീണ അന്ന് കണ്ണുരുട്ടി അയ്യപ്പൻ്റെ പേര് പറഞ്ഞ് ഞാൻ തട്ടിക്കളഞ്ഞു. സുരേഷ് ഗോപി പോലും തൃശ്ശൂര് ഞാൻ ഇങ്ങനെ അങ്ങ് കൈ കാണിച്ചു, സ്വാമിയെ ശരണം അയ്യപ്പ എന്നുള്ള മട്ടിൽ. സദസ്സിൽ നിന്ന് ആരോ സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് വിളിച്ചു. എല്ലാവരും ടിക്കാറാം മീണ വരട്ടി. എന്നിട്ട് റിട്ടയർ ആയി കഴിഞ്ഞ് രാജസ്ഥാനിൽ പോയിട്ട് കോൺഗ്രസ്സിൽ ചേർത്തു. ടിക്കാറാം മീണ ഇവിടെ ഇലക്ഷൻ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് തട്ടിക്കളയെന്നൊക്കെ പറഞ്ഞ് ഇതിന് വേണ്ടിയിട്ടായിരുന്നു. ശബരിമലയുടെ വോട്ട് BJP-ക്ക് പോകുമോ എന്ന് ടിക്കാറാം മീണ ഭയന്നിരുന്നു. അന്ന് തന്നെ ഞാൻ ടിക്കാറാം മീണയെ പരസ്യമായിട്ട് ഞാൻ വിമർശിച്ചിരുന്നു ഒരു TV ചാനലിൽ. ദിസ് ഈസ് നോട്ട് ദ വേ. ഇതൊരു ചട്ടമല്ല. ഇത് സ്ഥാനാർത്ഥികൾ ലംഘിക്കണം, ഒരു ചുക്കും വരാം. പക്ഷേ സ്ഥാനാർത്ഥി പേടിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനൊട്ട് സ്ഥാനാർത്ഥിയല്ല. അങ്ങനെ ഈ ദൈവത്തെ ഉപയോഗിച്ചുകൂടെ യു ക്യാൻ യൂസ്. ഏതായാലും തൃശ്ശൂരിൽ നടത്തിയ കള്ളപ്പകിട കളിയുടെ ഒരധ്യായം പരാജയപ്പെട്ടു. പക്ഷേ ശകുനിമാർ ഇനിയും ഒരുപാട് തൃശ്ശൂരുണ്ട്, ഉണ്ടാവും. ഇനിയും തെരഞ്ഞെടുപ്പാണ്. സുരേഷ് ഗോപി ജാഗ്രത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.